അപ്പോൾ ബിഗ് ബോസ് പോലൊരു ഷോ കരിയറിൽ ഒരു ഉയർച്ചയോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പോ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കരിയറിൽ ഒരു ഉയർച്ചയും എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല. ബിഗ് ബോസിലുള്ള ലാലേട്ടൻ നിസ്സഹായാവസ്ഥനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ബിഗ് ബോസിലെ ലാലേട്ടനോട് എനിക്ക് സത്യം പറഞ്ഞാൽ സഹതാപമാണ്. അല്ലാത്ത ലാലേട്ടൻ എനിക്ക് പേടിയുമാണ്. ലാലേട്ടൻ ബിഗ് ബോസിലേക്ക് വരേണ്ടിയിരുന്നില്ല എന്നാണോ ആ വാക്കുകളിലെ ഒരു മീനിങ്? അഖിൽമാരാർ ഉയർത്തിയ ഒരു വലിയ വിമർശനമാണ് ശരിക്കും പറഞ്ഞാൽ. ഏഷ്യാനെറ്റിനെതിരെയുണ്ട്, ആ ഷോയ്ക്കെതിരെയുണ്ട്. അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതൊരു എന്താ പറയുക ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യമായി തോന്നുന്നുണ്ടോ? പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നില്ല. യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാവുമായിരിക്കാം. അവിടെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ണടക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു സംഗതി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കൺസേണിനോട് കൂടിയിട്ടാണ് അത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമല്ല. സ്ത്രീകളെ സംബന്ധിച്ചുണ്ടായ വിഷയത്തിൽ അഖിൽമാരാർ സംസാരിച്ചതിനോട് ഞാൻ അഖിലിനോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള പ്രോബ്ലംസ് എല്ലായിടത്തും ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, 4 ചുവരുകൾക്കുള്ളിലുണ്ട്. ഒരു കുടുംബത്തിലില്ലേ അമ്മാവന്മാരിൽ നിന്ന് രക്ഷ നേടാത്ത എത്രയോ പെൺകുട്ടികൾ കുടുംബത്തിൽ? സ്ത്രീകൾ സുരക്ഷിതരാണ് എന്ന് പറയുന്ന നമ്മുടെ സമൂഹം ഇപ്പോഴും അങ്ങനെ തന്നെ ചിന്തിക്കുന്നു എന്നാണോ അതിൻ്റെ അർത്ഥം? സ്ത്രീകൾ സുരക്ഷിതരാണോ? ഒരു സ്ത്രീ വഴിപിഴക്കണം എന്നുണ്ടെങ്കിൽ അതൊരു സ്ത്രീ മാത്രം വിചാരിച്ചാലേ നടക്കും. നമസ്കാരം. മലയാളി പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന ബിഗ് ബോസ് സീസൺ 5 ഒരു മൾട്ടി ടാലൻറ്റ് മത്സരാർത്ഥി. എന്നാൽ ആ നെറ്റിപ്പട്ടങ്ങളെക്കാൾ കൂടുതൽ ഇഷ്ടം ഒരു അഭിനേത്രിയായും ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും എനിക്ക് തോന്നുന്നത് ഒരു ഗായികയായും ഒക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വിശിഷ്ട വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വളരെ സ്വാഗതം ഈ ഷോയിലേക്ക്. താങ്ക് യു വെരി മച്ച്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു? വളരെ 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 സുഖം. നമ്മൾ ബിഗ് ബോസിനെ കുറിച്ച്, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസിനെ കുറിച്ചായിരിക്കും എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് അറിയാൻ കൂടുതൽ താല്പര്യമെങ്കിലും നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫ്, എനിക്ക് തോന്നുന്ന ഒരു അഭിനേതാവ് എന്നതിൽ കൂടുതൽ ഗായിക എന്നതിൽ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ പറ്റും? ഗായിക എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ബഹുമാനം മറ്റെന്തിനേക്കാളും കൂടുതലാണ്. ഈവൻ ബിഗ് ബോസിനേക്കാളും കൂടുതലാണ് ഒരു പാട്ടുകാരി എന്നറിയപ്പെടുമ്പോൾ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പലർക്കും ഇപ്പം പോലും പാട്ടുകാരിയാണ് എന്ന് അറിയില്ല എന്നുള്ളതാണ്. അതൊരു പക്ഷേ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റമായിരിക്കാം. ഞാൻ ഒരു 97 ദുബായിലേക്ക് പോയായിരുന്നു. അതെൻ്റെ മാത്രം മിസ്റ്റേക്കാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൗമാരപ്രായക്കാരി അല്ലെങ്കിൽ ഒരു 20 വയസ്സ് ഉള്ള ഒരു ആള്. എൻ്റെ കല്യാണം കഴിഞ്ഞു, എനിക്കൊരു മോനുണ്ടായിരുന്നു, അന്ന് മൂത്ത മോനുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പ്രൊഫഷണൽ ലൈഫ് എന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു ചുരുങ്ങിയ ഒരു ലോകം മാത്രമേ എനിക്ക് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചലച്ചിത്ര പിന്നണി ഗായിക എന്നറിയപ്പെടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി ഞാൻ അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഭർത്താവിൻ്റെ കൂടെ. അന്ന് ഹസ്ബൻഡ് ദുബായിലായിരുന്നു. അന്ന് എം ജയചന്ദ്രൻ സർ അടക്കം അദ്ദേഹത്തിൻ്റെ അന്നത്തെ കാലഘട്ടത്തിൽ അന്ന് അദ്ദേഹം ഒരുപാട് ആൽബംസ് ഒക്കെ ചെയ്തിരുന്നു ദൂരദർശനിലും ഒക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടിയിരുന്നൊരു സമയമായിരുന്നു. അന്ന് വളരെ പ്രൗഡ്ലി അദ്ദേഹം എല്ലാവരോടും എന്നെ പരിചയപ്പെടുത്തിയിരുന്നതാണ്. KS ചിത്ര ചേച്ചിക്ക് ശേഷം ഒരു ഗായിക വരുന്നു എന്നുള്ള രീതിയിൽ. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു വലിയ ബുദ്ധിയൊന്നും അന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ലായിരിക്കാം. ഞാനിവിടുന്ന് 97 ഞാൻ ദുബായിലേക്ക് പോയി. അപ്പോൾ അതൊരു വലിയ ഗ്യാപ്പാണ്. ഒരു 13.5 വർഷത്തോളം ഞാൻ ദുബായിലായിരുന്നു. അതെ, അന്നാണ് ഞാൻ ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ ആ ഏഷ്യാനെറ്റിൻ്റെ തന്നെ ഫസ്റ്റ് റേഡിയോ ആരംഭിക്കുമ്പോൾ അതിൻ്റെ സംരംഭകരിൽ ഒരാളായിട്ട് എനിക്ക് മാറാനുള്ളൊരു വലിയ ഭാഗ്യമുണ്ട്. ഒന്ന് വേറൊന്നിന് ചീഞ്ഞ് വളമാകും എന്ന് പറയുന്നത് പോലെ ചില ആഗ്രഹങ്ങൾ ചീഞ്ഞ് വേറൊരു നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ചില സ്വപ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് അടുപ്പിക്കും. എൻ്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇല്ലാതിരുന്ന ഒരു സംഗതിയാണ് ഈ റേഡിയോ അഭിനയം എന്നൊക്കെ പറയുന്നത്. അതാണ് നിമിത്തം എന്ന് പറയുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഗായിക എന്ന രീതിയിൽ അറിയപ്പെടുക എന്നുള്ളതാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഞാനിപ്പോൾ അറിയപ്പെടുന്നത് അഭിനേത്രി വാസവദത്ത എന്ന് പറഞ്ഞ ക്യാരക്ടറിലൂടെയാണ്, ഇപ്പോൾ ബിഗ് ബോസിലൂടെയാണ്. അപ്പം അതാണ് കർമ്മ എന്ന് പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതൊന്ന് നമുക്ക് ലഭിക്കുന്നത് വേറെ അങ്ങനെയായിരിക്കുമല്ലോ. ശരിക്കും നമ്മുടെ ആ ഒരു ഗായിക എന്ന നിലയിലും എനിക്ക് തോന്നുന്നു SPBയുടെ ഒപ്പവും അതുപോലെ തന്നെ ജയചന്ദ്രനൊപ്പവും ഒക്കെ സ്റ്റേജിൽ പാടിയിട്ടുണ്ട്, അങ്ങനെ തിളങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പോലും
നമ്മുടെ ഒരു ഡൈവേർഷനുണ്ട് ഈ അഭിനയത്തിലേക്കുള്ള മാറ്റം. അവിടെയും രസതന്ത്രം പോലൊരു സിനിമ എനിക്ക് തോന്നുന്നത്, ഞാനിപ്പോഴും ആ സിനിമയിൽ ആ ഒരു വേഷം കാണുമ്പോൾ വളരെ കുശുംബിയായ, വളരെ എന്താ പറയുക, നമ്മുടെ സുകുമാരി ചേച്ചി, KPSC ലളിത, അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്തപോലെ വളരെ ഗംഭീരമായൊരു വേഷം എന്തുകൊണ്ട് പിന്നീട് സിനിമയിൽ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞു പോയതാണോ? എൻ്റെ ഫസ്റ്റ് മൂവി തന്മാത്രയാണ്, അതിനുശേഷമാണ് രസതന്ത്രം വരുന്നത്. അതും ഈ പറഞ്ഞതുപോലെ തീർത്തും യാദൃശ്ചികമായിട്ട് വന്നെത്തിപ്പെട്ട, ഞാൻ ഒട്ടും ചിന്തിക്കാത്തൊരു സംഗതിയാണ് സിനിമയിൽ. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ സിനിമയിൽ ഓരോരുത്തരെയൊക്കെ ശോഭനയൊക്കെ കാണുമ്പോൾ നമ്മൾ ശോഭനയെ പോലെയൊക്കെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ ഒരു ലക്ഷ്യം അതായിരുന്നില്ല. പക്ഷേ സിനിമ തന്നെയായിരുന്നു അത്, ഗായിക എന്നുള്ള നിലയിലായിരുന്നു. അതിനൊരു നിമിത്തം ഗൾഫ് തന്നെയാണ്. ഗൾഫിൽ വെച്ചിട്ടായിരുന്നു. അവിടെ നിന്നാണ് ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്തത്. അപ്പോൾ ബ്ലസ്സി എൻ്റെ ഗുരുവാണ്, അദ്ദേഹമാണ് എന്നെ ചലച്ചിത്ര രംഗത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്നത്. ബ്ലസ്സി സാറ് അങ്ങനെ ഒരു ക്യാമ്പയിൻ അവിടെ നടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മോളെ ഓഡീഷന് കൊണ്ടുപോയതാണ്. അപ്പം അന്ന് മോള് വളരെ ചെറുതായിരുന്നു. ഞാൻ ഒരുപാട് എൻ്റെ പല ഇൻ്റർവ്യൂകളിൽ ഞാനത് പറഞ്ഞത് ക്ലീഷേ ആയിട്ടുള്ളതാണ്, പക്ഷെ എന്നാലും ഞാൻ പറയാണ്, അവൾക്ക് ഞാനിങ്ങനെ, അത് കുഞ്ഞു വാവയല്ലേ, അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കണം അവൾക്ക്. അപ്പം ഞാൻ എന്ത് ആക്ഷൻ കാണിക്കുന്നോ അത് തിരിച്ചവളിങ്ങോട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ബ്ലസ്സി എന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ എന്തൊക്കെയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കണതെന്ന്. അപ്പോൾ ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ് ബ്ലസ്സി നാട്ടിലേക്ക് പോന്നു. സാർ എന്നെ നാട്ടിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മനീഷ മനീഷയ്ക്ക് ഇതിനകത്തൊരു വേഷം ചെയ്യാൻ പറ്റുമോ? ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഞാൻ നല്ല മോള്. അപ്പോൾ പുള്ളി പറഞ്ഞു, ടോക്കറ്റീവായിട്ടുള്ളൊരു കുഞ്ഞിനെയാണ് വേണ്ടത്. അപ്പോൾ വാവ ചെറുതല്ലേ, വലുതാവുമ്പോൾ നമുക്ക് നല്ല കുട്ടിയാണ്, നന്നായിട്ട് പറയുന്നതൊക്കെ ചെയ്യുന്നുണ്ട്, നമുക്ക് വേറെ എപ്പോഴെങ്കിലും നമുക്ക് ചെയ്യാം, മനീഷയ്ക്ക് ഇതിനകത്തൊരു വേഷം ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് അല്ല, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ വിളിച്ചോ എന്നുള്ള രീതിയിലാണ്. അന്ന് ബ്ലസ്സി എന്നോട് പറഞ്ഞൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, മനീഷ, നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളൊന്നായിരിക്കാം, നമുക്ക് നമ്മുടെ കർമ്മം, നമുക്ക് ഇന്നത് ചെയ്ത് ജീവിക്കണം എന്നാണ് ആയിരിക്കും നമ്മുടെ ആഗ്രഹം. പക്ഷെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ചിലപ്പോൾ വേറെ ആയിരിക്കാം. നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി തന്നെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിരിക്കുമല്ലോ ലോകത്തിൽ. അപ്പോൾ നല്ല പാട്ടുകാരിയാണ്, പക്ഷെ ഒരു പക്ഷെ നാളെ നല്ല അഭിനേത്രിയായിട്ട് അല്ല അറിയപ്പെടുന്നതെന്ന് ആര് കണ്ടു? അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മനീഷ, ഈ അഭിനയം ത്രൂ മനീഷയുടെ വാക്കിന് വില വരുന്ന ഒരു സമയത്ത് നാളെ അഭിനയിക്കുന്ന ചിത്രത്തിൽ എനിക്കൊരു പാട്ടും കൂടി വേണമെന്ന് പറഞ്ഞാൽ എല്ലാവരും അതിന് ഓക്കെ പറയും. അപ്പം അതിലേക്ക് കടക്കാനുള്ളൊരു അവസരം കൂടിയായിട്ടത് കാണണം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഞാൻ തന്മാത്രയിൽ അഭിനയിക്കുന്നത്. അതൊരു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൻ്റെ തലവര തന്നെ മാറ്റിമറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത് കണ്ടിട്ടാണ് സത്യേട്ടൻ എന്നെ രസതന്ത്രത്തിലേക്ക് വിളിക്കുന്നത്. അപ്പം ഞാൻ ബ്ലസ്സിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല അഭിനയം, കാരണം എനിക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു മേഖലയാണ്, പിന്നെ അതൊരു വലിയ മേഖലയാണ്, അത് നമ്മുടെ ഇമാജിനേഷൻസിനൊക്കെ അപ്പുറത്തുള്ള ഒരു വേറെ തന്നെ ഒരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കവിടെ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഫസ്റ്റ് ടേക്കിൽ തന്നെ ഓക്കെ ആയി എന്നുള്ളതാണ്. അപ്പോൾ ബ്ലസ്സി പറഞ്ഞു, കംഫർട്ടബിളായിട്ട് നിൽക്കുക, നിനക്ക് ഇതിലൊരു നല്ല ഭാവിയുണ്ട്, ആലോചിച്ച് ചിന്തിച്ച് തീരുമാനം എടുത്തോ എന്ന് പറഞ്ഞു. സത്യേട്ടൻ ബ്ലസ്സിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഈ ക്യാരക്ടറിന് എൻ്റെ ഒരു പടത്തിലേക്ക് ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്ന് അവരുടെ അടുത്ത് വിളിച്ച് നോക്കിയിട്ട്, കാരണം എനിക്ക് താല്പര്യമില്ല എന്നുള്ളൊരു രീതിയിൽ സംസാരിച്ചതുകൊണ്ട്. ഞാൻ അപ്പോൾ ഗൾഫിലായിരുന്നു, ഞാൻ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, സത്യനന്ദിക്കാട് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ അറിയാം? അപ്പോൾ ഞാൻ സത്യേട്ടൻ അറിയാമെന്ന് പറയാം. സത്യനന്ദിക്കാട് നിങ്ങളുടെ നമ്പർ ചോദിച്ചു, അപ്പോൾ എന്താണ്, ഞാൻ കൊടുക്കട്ടെ? പിന്നെ നിങ്ങൾക്ക് പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ വലിയ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് കൊടുത്തില്ല? അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, കൊടുക്കുക. ഓ അത് ശരി, അപ്പോൾ ഇങ്ങനെയാണല്ലേ എന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയും എന്താ പറയുക, കുടുംബ പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംവിധായകനാണ് സത്യനന്ദിക്കാട്. അദ്ദേഹത്തിൻ്റെയൊക്കെ പടത്തിൽ ഒരു സീനില്ലെങ്കിൽ ഒരു സീനിലെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത് അത്രയും ജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കും. ഞാനിപ്പോഴും ആ വേഷത്തെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നത്. തീർച്ചയായിട്ടും രസതന്ത്രത്തിൽ ആ കന്യാസ്ത്രീ പട്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ആ ആളാണല്ലേ ഇയാളെന്ന് പെട്ടെന്ന് ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യും. അങ്ങനെയാണ് സത്യം പറഞ്ഞ ഈ അഭിനയ രംഗത്തേക്ക് വന്നത്. അതിൽ നിലനിൽക്കാതെ പോയത്, ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വന്ന അവസരങ്ങൾ ഞാൻ യൂട്ടിലൈസ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ 100ാമത്തെ എൻ്റെ പടം ആഘോഷിച്ചേനെ. പക്ഷെ അപ്പോഴും എനിക്ക് വന്ന അവസരങ്ങളോട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
സംഘഗാനമാണെങ്കിലും എനിക്കൊരു പാട്ട് എന്ന് പറഞ്ഞ് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ പാട്ടുമില്ല അഭിനയവും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. പക്ഷെ എന്നാലും ഞാൻ നല്ല വേഷങ്ങൾ, അന്ന് എനിക്ക് ആ ഒരു ബുദ്ധി എനിക്ക് പോയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അഭിനയം നമുക്ക് പാട്ടിലേക്കും കൂടിയുള്ള ഒരു വലിയൊരു ഒരു വാതിലാണ് എന്നുള്ളതും കൂടി ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നല്ല ക്യാരക്ടേഴ്സ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പം സീരിയലാണെങ്കിലും ഞാൻ കുറേ കാലം സിനിമ വരട്ടെ എന്നുള്ളൊരു രീതിയിൽ ഞാനൊരു സമയത്ത് നിന്നിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വാസവദത്ത പോലുള്ള ക്യാരക്ടർ ജനങ്ങൾ അത്രമേൽ ഏറ്റെടുത്തു. നന്നായിട്ട് പ്രേക്ഷകർ മനസ്സിലേക്ക് എത്തി. അതെ അതെ, എൻ്റെ കണ്ണ് കണ്ടിട്ട് പോലും നമ്മൾ ഈ ലോക്ക്ഡൗൺ ടൈമിൽ നമ്മൾ മാസ്ക് വെച്ചിട്ട് പോകുമ്പോൾ കണ്ണ് കണ്ടിട്ട് പോലും അയ്യോ വാസവദത്തയല്ലേ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പം അവിടെയാണ് എനിക്ക് അഭിനയം എനിക്ക് പറ്റും, അത് അത്ര കണ്ട് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് വന്നത്. ഈ ഒരു എന്താ പറയുക, നിങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി, നിങ്ങളുടെ വാസവദത്ത എന്ന കഥാപാത്രം അവിടുത്തെ ആ അമ്മയും മോനും തമ്മിലൊരു കെമിസ്ട്രി ഉണ്ട്, വളരെ രസകരമായൊരു കെമിസ്ട്രി ഉണ്ട്. അത് പക്ഷേ നിങ്ങൾ ഈ ബിഗ് ബോസ് എന്ന ഒരു ഷോയിലേക്ക് എത്തുമ്പോൾ ഈ ഒരു കെമിസ്ട്രി കാണപ്പെടുന്നില്ല. അതെന്തുകൊണ്ടാണ് ശരിക്കും? വാസവദത്ത വേറെയാണ്. അല്ല, ഞാൻ പറഞ്ഞത് ആ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയുള്ള ഒരു ആ ഒരു കെമിസ്ട്രി ബിഗ് ബോസ് എന്ന ഷോയിൽ കാണപ്പെടുന്നില്ല. അതെന്തുകൊണ്ടാണ്? കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. കാണപ്പെടുന്നില്ല. അല്ല, ബിഗ് ബോസിൽ ഒറിജിനൽസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ പോയത്. ഒറിജിനലായിട്ട് നിൽക്കുക എന്നുള്ളതാണ് അവിടെ ഞാനൊരു അഭിനയത്തിൻ്റെ ആവശ്യമില്ലല്ലോ. വാസവദത്ത എന്ന് പറയുന്ന ക്യാരക്ടറിൽ ഒരുപാട് മാനറിസംസ് എൻ്റേത് ഉണ്ടെങ്കിൽ കൂടിയും അത് തികച്ചും ഒരു അഭിനയ കഥാപാത്രമാണ്. ഇറ്റ്സ് എ ക്യാരക്ടർ. അങ്ങനെ ഞാൻ ബിഗ് ബോസിൽ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനൊരു ക്യാരക്ടറല്ല അവിടെ, ഞാൻ മനീഷയാണ്. അവിടെ ഞാൻ ഗായികയാണ്, അവിടെ ഞാൻ സഹോദരിയാണ്, അമ്മയാണ്, അവിടുത്തെ ഒരു മത്സരാർത്ഥിയാണ്, ജനങ്ങളുടെ ഇടയിലുള്ളൊരു കലാകാരിയാണ്, എല്ലാമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ വാസവദത്ത മാത്രമായിട്ട് ഒതുങ്ങേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അവിടെ ആ ബിഗ് ബോസിൽ ആ സീസൺ 5 ഒരു സാധനം ഞാൻ ഭയങ്കര അട്രാക്റ്റീവ് ആയ ഒരു സാധനം, എനിക്കൊന്ന് മൾട്ടി ടാലന്റഡ് എന്ന് നമ്മൾ വിശേഷിപ്പിച്ചു പോകുന്നൊരു സാധനമുണ്ട്. അവിടുത്തെ എല്ലാ മത്സരാർത്ഥികളെയും ചെയ്ത് കാണിച്ച് അത് ലാംഗ്വേജ്, ആ സ്ലാങ് പോലും വളരെ ഗംഭീരമായിരുന്നു. അതെങ്ങനെയാണ് അത്രയും ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിന് അത്യാവശ്യമാണ്, എന്നാൽ പോലും ഇത്രയും ഡീപ്പായ ഒരു ഒബ്സർവേഷൻ? അതും ആദ്യത്തെ വീക്കിലാണ് ആ ഒരു ടാസ്ക് ഉണ്ടായത്. ആ ആദ്യത്തെ വീക്കിൽ തന്നെ അവിടെയുള്ള കണ്ടസ്റ്റൻസ് പോലും ഞാൻ ഇത്ര കണ്ട് അവരെ ഒബ്സർവ് ചെയ്തു എന്നുള്ളത് അവർക്ക് പോലും ഭയങ്കര അത്ഭുതമായിരുന്നു സത്യം പറഞ്ഞാൽ. അതെനിക്ക് ചെറുപ്പം മുതലേ ഉള്ളൊരു എൻ്റെ ഒരു ശീലമാണ്. ഞാൻ ഈ മറ്റുള്ളവരെ ചെറുതായിട്ട് കളിയാക്കി, ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ ആൻറ്റിമാർ ഇപ്പോൾ പുതിയതായിട്ട് പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ കണ്ട് അവരെയൊക്കെ ഞാൻ ചെറുതായിട്ട് അനുകരിച്ച് ഇങ്ങനെ കാണിക്കാറുണ്ടായിരുന്നു. പിന്നെ മോണാക്ട് മിമിക്രി പോലെ കഥാപ്രസംഗം, ഞാൻ സ്റ്റേറ്റ് വിന്നറാണ് കഥാപ്രസംഗത്തിൽ, ഞാൻ A ഗ്രേഡോടുകൂടി പാസ്സായതാണ് കഥാപ്രസംഗത്തിൽ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് എൻ്റെ അഭിനയത്തിലാണെങ്കിലും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരെയും കാണുന്നത് അവരുടെ ഫുൾ മാനറിസംസ് ആണ്. ഒരാളെ ഞാൻ കാണുന്നത് അവരുടെ മുഖം മാത്രമോ അല്ലെങ്കിൽ അവരുടെ സംസാരം മാത്രമോ അല്ല, അവരെ മൊത്തത്തിലാണ് ഞാൻ ഒരാളെ വീക്ഷിക്കുക. അപ്പോൾ അത് പെട്ടെന്ന് എനിക്ക് എന്താ പറയുക അബ്സോർബ് ചെയ്യാൻ പറ്റും. അതൊരു എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കഴിവാണ്. അതുപോലെ തന്നെ മറ്റൊരു എൻ്റെ ഒരു ഞാൻ ഇത് സ്വയംഭോഗി ഞാൻ പറയുന്നല്ല കേട്ടോ, എന്നെ കുറിച്ച് എനിക്കല്ലേ ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുള്ളൂ. മറ്റുള്ളവരെക്കാളും എനിക്ക് ഭാഷകൾ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോട്ടയം ഭാഷ, ട്രിവാൻഡ്രം ഭാഷ. ഞാൻ ഈ റേഡിയോയിൽ ഞാൻ ശാന്തടത്തി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ചെയ്തിരുന്നു. അത് തെക്കൻ ഈ തിരുവനന്തപുരംകാരി ഒരു ശാന്തടത്തി. അത് ഗൾഫ് കൺട്രീസിലൊക്കെ ഭയങ്കര ഈ വാസവദത്തയെ പോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. അത് എന്തൊരപ്പി സുഖങ്ങൾ എന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ തിരുവനന്തപുരം ഭാഷ സംസാരിക്കുന്നത്. അതുപോലെ ഈ ഭാഷകൾ ഏതെങ്കിലും ഒരു നാട്ടിൽ, ഇപ്പോൾ എൻ്റെ വീട്ടുകാരെല്ലാവരും പറയും നിനക്ക് സ്വന്തമായിട്ടൊരു ഭാഷ പോലും ഇല്ലാത്തൊരുത്തിയ നീ എന്ന് എന്നെ വെറുതെ കളിയാക്കി പറയും. കാരണം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഭാഷ സംസാരിക്കുന്ന ഒരു ശൈലിയിലുള്ള ആൾക്കാരുടെ ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അവരുടെ പോലെ സംസാരിക്കാൻ തുടങ്ങും. ചില സമയത്ത് അത് ദോഷമാണ്, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എനിക്കത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. നമ്മൾ ബിഗ് ബോസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, ഇപ്പോഴത്തെ വിവാദങ്ങൾ, ബിഗ് ബോസിൻ്റെ ഇപ്പോഴത്തെ യാത്ര, എന്താണ് പറയാനുള്ളത്? ഞാനിത് പലരോടും പറഞ്ഞു കഴിഞ്ഞു. ശരിക്കും അത് പറയുമ്പോൾ ഒരു ആവർത്തന വിരസത ഉണ്ടെങ്കിൽ പോലും നമുക്ക് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതും കേൾക്കാൻ ചോദിക്കേണ്ട ഒരു ചോദ്യം. ഇത്തവണ ഞാൻ ഇൻസ്റ്റയിൽ ഒരു നല്ലൊരു പോസ്റ്റ് കണ്ടത് ഞാൻ എൻ്റെ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതായത് ഒരു ചെറിയ പെൺകുട്ടി കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നത് വയസ്സായ ഒരു സ്ത്രീയാണ്. ലൈഫ് എന്ന് പറയുന്നത് ഷോർട്ടായിട്ടുള്ളൊരു പീരീഡാണ്. ഈ ചെറിയ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര വലിയൊരു ഘടകമാണ്.
നാളെ നമ്മളെ ആൾക്കാർ ഓർത്തിരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ ഒപ്പിട്ടിട്ട് പോകണം അല്ലേ? പ്രത്യേകിച്ചൊരു കലാകാരി എന്നുള്ളതല്ലേ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. വെറുതെ ജീവിച്ച് മരിച്ചു പോവുക എന്നതിനേക്കാൾ ഉപരി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ച് പോവുക എന്നുള്ളതാണ്. ആ ജീവിതത്തിനിടയിൽ എന്തിനാണ് ഇത്തരം അലിഗേഷൻസ് എന്നുള്ളത് ചിന്തനീയമായിട്ടുള്ളൊരു കാര്യമാണ്. സ്വാഭാവികമാണ്, ജീവിതമാവുമ്പോൾ ചട്ടിയും കലവുമായാൽ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും എന്ന് പറഞ്ഞതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. നമ്മൾ അതിനെ എങ്ങനെ അതിജീവിച്ചു പോകുന്നു, അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അതിജീവനമാണ് ബിഗ് ബോസ്. അതിൻ്റെ ഇടയിൽ ഒരുപാട് നമ്മളെല്ലാവരും ഒരേ വീട്ടിൽ നിന്ന്, ഇപ്പോൾ ഒരു കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെ പല തരത്തിലുള്ള സ്വഭാവക്കാരായിരിക്കും. അപ്പോൾ പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്നത് 18 കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ 22 കണ്ടസ്റ്റൻസ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്ന ആൾക്കാരാണ്. അവർക്ക് ഓരോരുത്തർക്കും പല തരത്തിലുള്ള സ്വഭാവങ്ങളുണ്ടാകാം. അപ്പോൾ ഓരോരുത്തരുടെയും സ്ട്രാറ്റജീസ് ഓരോന്നായിരിക്കാം, അവരെടുക്കുന്ന തീരുമാനങ്ങൾ പലതായിരിക്കാം. അതിൻ്റേതായിട്ടുള്ള ഒരുപാട് അലിഗേഷൻസ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അത് എൻ്റെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ എന്നെ ബാധിക്കാത്തതോ ആയിട്ടുള്ളത് ഞാൻ അതിൻ്റെ ഇടയിൽ തലയിടേണ്ട ആവശ്യമില്ല. എങ്കിലും ഞാനൊന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അഖിൽമാരാർ ഉയർത്തിയ ഒരു വലിയ വിമർശനമാണ് ശരിക്കും പറഞ്ഞാൽ. ഏഷ്യാനെറ്റിനെതിരെ ഉണ്ട്, ആ ഷോയ്ക്കെതിരെ ഉണ്ട്. അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യമായി തോന്നുന്നുണ്ടോ? പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നില്ല. യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാവുമായിരിക്കാം. അത് അനുഭവിക്കുന്ന ആൾക്കാരാണ് അത് പറയേണ്ടത്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു. എനിക്ക് വന്ന ഇൻ്റർവ്യൂകളിൽ എനിക്ക് വന്ന അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു. അതല്ലാത്തിടത്തോളം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് 3.5 കോടി ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇത്ര കോടി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഷോ ആണ്. തീർച്ചയായിട്ടും അതൊരു ചെറിയ കാര്യമല്ല. അവിടെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ണടക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു സംഗതി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കൺസേണിനോട് കൂടിയിട്ടാണ് അത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമല്ല. ഇറ്റ്സ് നൺ ഓഫ് ദയർ ബിസിനസ്. അത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പോൾ എന്ത് വേണം, എനിക്ക് വന്ന ബുദ്ധിമുട്ടുകൾ ഞാനാണ് പറയേണ്ടത് എന്ന് പറഞ്ഞത് മറ്റൊരാളല്ല. സ്ത്രീകളെ സംബന്ധിച്ചുണ്ടായ വിഷയത്തിൽ അഖിൽമാരാർ സംസാരിച്ചതിനോട് ഞാൻ അഖിലിനോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ബാക്കി എന്തെങ്കിലും ഇപ്പോൾ ഈ വോട്ടിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ആണെങ്കിൽ അഖിലിന് പറയാനുള്ളത് അഖിൽ പറഞ്ഞോട്ടെ. പിന്നെ അത് മാത്രമല്ല, വേറൊരു കാര്യം എന്ന് വെച്ചാൽ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു സംഗതി ചിലപ്പോൾ ഭയം കൊണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കാം. അപ്പോൾ ആ ഭയമില്ലാതെ പുറത്ത് വരാനുള്ള ഒരു തുടക്കം അഖിൽ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. കാരണം അതിനുള്ളൊരു കരുത്ത് അല്ലെങ്കിൽ എല്ലായിടത്തും ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, 4 ചുവരുകൾക്കുള്ളിലുണ്ട്. ഒരു കുടുംബത്തിലില്ലേ? അമ്മാവന്മാരിൽ നിന്ന് രക്ഷ നേടാത്ത എത്രയോ പെൺകുട്ടികൾ കുടുംബത്തിൽ. സ്ത്രീകൾ സുരക്ഷിതരാണ് എന്ന് പറയുന്ന നമ്മുടെ സമൂഹം ഇപ്പോഴും അങ്ങനെ തന്നെ ചിന്തിക്കുന്നു എന്നാണോ അതിന്റെ അർത്ഥം? സ്ത്രീകൾ സുരക്ഷിതരാണോ? ഇപ്പോഴും സുരക്ഷിതരാണോ? എനിക്ക് തോന്നുന്നില്ല. സമത്വം, ഫെമിനിസം, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തിനൊക്കെ വാദിച്ച് നടന്നാലും ഇന്നും അരക്ഷിതാവസ്ഥ സ്വാഭാവികമായിട്ടും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ വഴിപിഴക്കണം എന്നുണ്ടെങ്കിൽ അതൊരു സ്ത്രീ മാത്രം വിചാരിച്ചാലേ നടക്കും. അല്ലാണ്ട് സർക്കംസ്റ്റൻസസ് അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ മറ്റേ പെരുമ്പാവൂർ കേസൊക്കെ പോലെ നടക്കണം. അതല്ലാത്തിടത്തോളം ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ ഒരു പുരുഷന് തൊടാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പക്ഷേ ഈ അഖിലിനെ പോലെ ഒരാൾ ഉയർത്തുന്ന വാദം അല്ലെങ്കിൽ ഒരു വിവാദമായി പറയുമ്പോൾ, ഈ കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള വിഷയങ്ങൾ നിൽക്കുമ്പോൾ, ഒരു സ്ത്രീക്ക് അവസരം കിട്ടാൻ വേണ്ടി ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് അവളെ വലിച്ചെടുക്കാൻ അത് സ്ത്രീകൾ തന്നെ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അങ്ങനത്തെ അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്ന സ്ത്രീകളല്ലേ മറ്റുള്ള സ്ത്രീകൾക്ക് അങ്ങനത്തെ ഒരു അവസരം നഷ്ടപ്പെടുത്തുന്നത്? മീ ടു പോലുള്ള കേസുകളിൽ ഞാൻ ഒരിക്കലും ഒരു സമയത്ത് അതിൻ്റെ ഗുണങ്ങൾ ഉപയോഗിക്കുകയും വേറൊരു സമയത്ത് അതിനെതിരെ സംസാരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു വ്യക്തിത്വമുള്ള ഒരാൾക്ക് ചേർന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവർ അത് എനിക്ക് വേണ്ടി മാത്രം. അപ്പോൾ അതാണ് ഈ സ്വാർത്ഥത എന്ന് പറയുന്ന സംഗതി. ഞാൻ എനിക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്നു. അതുകൊണ്ട് എന്താണ്, കഴിവുള്ള ഒരുപാട് ആൾക്കാരെ, അതിപ്പോൾ സ്ത്രീകളിൽ നിന്നല്ല പുരുഷന്മാരിലും ഇത് സംഭവിക്കുന്നുണ്ട്. എത്രയോ കഴിവുള്ള ആൾക്കാർ ഒരവസരം കിട്ടാതെ മാറി നിൽക്കുന്നുണ്ട്. എന്തിനാണ് ഈ കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള സംഗതികൾ മുന്നോട്ടെടുത്തിടുന്നത്? ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല സംഭവിക്കുന്നത്, പുരുഷന്മാർക്കും സംഭവിക്കുന്നുണ്ട്. എൻ്റെ മകനടക്കം വളരെ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു കുട്ടിയാണ് എൻ്റെ മകൻ. ഇന്ന് വരെ ഒരു പടത്തിൽ, ഞാൻ എത്രയോ പേരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പടത്തിൽ എൻ്റെ മകന് ഒരു അവസരം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ്?
അപ്പോൾ കഴിവുള്ളവർക്ക് പലർക്കും അവസരം കിട്ടാത്ത ഒരു സ്ഥിതിയാണ് ഇവിടെ. ഇത് ചിന്തിക്കേണ്ടതാണ് ഓരോരുത്തരും. ഞാൻ എൻ്റെ മിടുക്ക് കൊണ്ട് ഞാനൊരു അവസരം വാങ്ങിച്ചെടുക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് കഴിവുള്ള വേറെ കുറേ ആൾക്കാർക്കാണെന്ന് ചിന്തിക്കേണ്ടത് അവനവനാണ്. അപ്പോൾ മലയാള സിനിമയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിൽ അവസരങ്ങൾ കുറഞ്ഞു പോയിട്ടുണ്ടോ? അവസരങ്ങൾ കുറയുന്നു, ഇപ്പോഴുമുണ്ട്. ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ പലരും എന്നെ വിളിച്ച്, ഈ സിനിമാ ഫീൽഡിലുള്ള പലരും തന്നെ എന്നെ വിളിച്ചിട്ട്, മനീഷ യു ആർ ആൻ അമേസിങ് ആക്ട്രസ്, ഒരുപാട് വേഷങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പല ആൾക്കാരുടെയും ഒരു അസാന്നിധ്യത്തിൽ നിങ്ങളുടെ പ്രസൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇവിടെ വേണം, നല്ല നല്ല അവസരങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞ ആൾക്കാർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ പലരെയും, ഈ വിളിച്ച പലരെയും ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിച്ചിട്ടുമുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ പണ്ടൊന്നും ആരോടും അങ്ങനെ ചോദിക്കാത്ത ഒരാളായിരുന്നു. ഇപ്പൊ പിന്നെ 10-50 വയസ്സൊക്കെ ആയില്ലേ, കഴിവുള്ള ആർട്ടിസ്റ്റിന് പോലും ഇങ്ങനെ അവസരങ്ങൾ ചാൻസ് തെണ്ടി നടക്കേണ്ട ഒരു സാഹചര്യം ഉറപ്പായിട്ടും ഉണ്ട്. വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ പറഞ്ഞതുപോലെ ഒരു ഓഡീഷന്, പല ഓഡീഷൻസ് ഇപ്പോഴും ഞാൻ ഓഡീഷന് പോകുന്നുണ്ട്. ഞാനിപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു ഓഡീഷന് പോയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അല്ലാതെ ഞാൻ വലിയ എന്താ പറയുക, ആനയാണ് ചേനയാണ് കോടയാണെന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ കുത്തിയിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എവിടെയാണ് ഓഡീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോകും. പക്ഷേ ഈ ഓഡീഷൻ കഴിഞ്ഞിട്ട് നമ്മളെ വേണ്ട എന്നാണെങ്കിൽ ചേച്ചി അത് ഇല്ല കേട്ടോ എന്ന് വിളിച്ച് പറയാനുള്ളൊരു സാമാന്യ മര്യാദ പോലും പലരും കാണിക്കാറില്ല. നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇന്ന ദിവസം നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുമ്പോൾ അങ്ങോട്ട് വിളിച്ച് ചോദിക്കുമ്പോഴാണ് പലരും പറയുന്നത്, ചേച്ചി അതിൽ വേറെ ആളെ വെച്ച് കേട്ടോ. അത്ര പോലും മാന്യതയില്ല. സിനിമ ഒരു ഗ്രൂപ്പിലേക്ക് മാത്രം ഒതുങ്ങപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? സിനിമയിൽ വൈഡായിട്ടുള്ള അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉണ്ട്, അത് ഉറപ്പായിട്ടുമുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ കംഫർട്ടബിലിറ്റി, ഓരോരുത്തർക്കും ഓരോ കംഫർട്ടബിൾ സോൺസ് ഉണ്ട്. പക്ഷെ അപ്പോഴും അവർ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു അവസരമെങ്കിലും ആഗ്രഹിച്ച് പുറത്ത് കാത്തിരിക്കുന്ന ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത് കഴിവുള്ള ആൾക്കാരെയാണ് ഞാൻ പറയുന്നത്, അല്ലാതെ പണം കൊടുത്തോ വേറെ എന്തെങ്കിലും എന്താ പറയുക ഉപയോഗം ഉണ്ടാക്കി കൊടുത്തോ അല്ല ഞാൻ പറയുന്നത്. കഴിവുള്ള ജനുവിനായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പുറത്തിരിക്കുന്നു. അവർക്കൊക്കെ ഒരു പടത്തിലെങ്കിലും ഒരു അവസരം കൊടുത്തൂടെ എന്നാണ് ഈ പറയുന്ന എല്ലാ കൂട്ടങ്ങളോടും എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ബിഗ് ബോസ് പോലൊരു ഷോ കരിയറിൽ ഒരു ഉയർച്ചയോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പോ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ്? ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കരിയറിൽ ഒരു ഉയർച്ചയും എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല, അത് ഞാൻ പറയാം. പക്ഷേ എല്ലാ ജനങ്ങളിലേക്കും മനീഷ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ, അതായത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അയ്യോ ഇത് ബിഗ് ബോസിലെ മനീഷയല്ലേ, ഓരോരുത്തർ വന്ന് സെൽഫി എടുക്കുന്നു, അതുകൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ പൈസ വരുന്നില്ല, എൻ്റെ വീട്ടിൽ ചോറ് വേവുന്നില്ല. നമ്മുടെ ആഗ്രഹങ്ങളോ, നമുക്ക് അവസരങ്ങൾ കിട്ടിയാലേ മുന്നോട്ട് ഞാൻ കല കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് അവസരങ്ങൾ കിട്ടിയാലേ എൻ്റെ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ വിചാരിക്കും നിനക്ക് കഴിവുണ്ടെങ്കിൽ ജനങ്ങൾ വിളിക്കുമെന്ന്. എനിക്ക് കഴിവുണ്ട് എന്ന് 100% കോൺഫിഡൻസ് ഉള്ള ഒരാളാണ്. അതിനിപ്പോൾ ഞാൻ തള്ളാണെന്ന് പറഞ്ഞാലും ശരി, എനിക്കതൊരു വിഷയമേ അല്ല. എനിക്ക് എന്നിൽ നല്ല കോൺഫിഡൻസ് ഉള്ളതാണ്. അത് ഓവർ കോൺഫിഡൻസ് അല്ല. എൻ്റെ കുറവുകൾ എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ്. ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങളുണ്ട്, ഒരുപാട് പേർ, അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കും. എങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഷോ തന്നെയാണ് ഈ ബിഗ് ബോസ്. അതിനകത്തുള്ളവർക്ക് നല്ല ആരാധകരുണ്ട്. അപ്പോൾ ഈ ഒരു 2 സീസൺ, ഇപ്പോൾ 5ഉം 6ഉം തമ്മിൽ കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ ഇപ്പോഴത്തെ എങ്ങനെ നമുക്ക് വിലയിരുത്താൻ കഴിയും? ഡ്രാസ്റ്റിക് വ്യത്യാസമാണ്. സീസൺ 5 എന്ന് പറയുന്നത് സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കും ഒക്കെ ഒരുപാട് വാല്യൂ കൊടുത്തിട്ടുള്ള ഒരു സീസണായിരുന്നു സീസൺ 5. അതുമാത്രമല്ല, ഉപയോഗിക്കുന്ന ഭാഷകളാണെങ്കിലും പെരുമാറ്റമാണെങ്കിലും ഒക്കെയും നമ്മളൊരു അടി കഴിഞ്ഞാൽ ആ ദിവസം തന്നെ അത് തീർക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു അജണ്ടയായിരുന്നു. പിന്നെ ജനങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് എന്താ പറയുക ലൈഫിലെ എന്താ പറയുക വാല്യൂസ് ഒരുപാട് പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു സീസണാണ് സീസൺ 5 എന്നത്. സീസൺ 6ലേക്ക് വരുമ്പോൾ ഒരുപാട് ഈഗോസും ഒരുപാട് മോശമായിട്ടുള്ള പെരുമാറ്റങ്ങളും ഒരുപാട് ഭാഷകളും പ്രവൃത്തികളും ഒക്കെ നമ്മൾ, അത് കുറച്ച് കുട്ടികൾ, കുറച്ചും കൂടി യങ്സ്റ്റേഴ്സാണ് സീസൺ 6ൽ ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇപ്പോൾ അതായത് പോകെ ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ കുറച്ചും കൂടിയും രസകരമായി വരുന്നുണ്ട്. അവർ കുറച്ചും കൂടിയും അവരുടെ ആ ഒരു എക്സ്പീരിയൻസിലൂടെ അവർ പഠിച്ച് കുറച്ചുകൂടി രസകരമായ രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്. ജാസ്മിനെയൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ എനിക്ക് ജാസ്മിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ജാസ്മിനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് നല്ല വാല്യൂസ് ഉള്ളൊരു കുട്ടിയാണ്. ക്ഷമിക്കുക എന്ന് പറയുന്നത് നല്ലൊരു
ക്വാളിറ്റിയാണ്. ഒരു മനുഷ്യന് തെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. തെറ്റ് ചെയ്യാത്ത ഏത് മനുഷ്യരാണ് ഭൂമിയിൽ ഇല്ലാത്തത്? എല്ലാവരും തെറ്റ്. പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്നാണ്. എല്ലാവരും തെറ്റ് ചെയ്യും. പക്ഷെ ആ തെറ്റ് ചെയ്താൽ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളോട് ക്ഷമിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ക്വാളിറ്റിയാണ്. അത് ഭയങ്കരമായിട്ട് ജാസ്മിനുണ്ട്. അതാരാണെങ്കിലും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വൃത്തി എന്നൊക്കെ പറയുന്നത് കുളി മാത്രമല്ല വൃത്തി, നമ്മുടെ സ്വഭാവത്തിലും വൃത്തി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. നമ്മുടെ പെരുമാറ്റത്തിലൊരു മനസ്സും വൃത്തിയായിരിക്കണം. അതിലുള്ളപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസും അവരവരുടേതായിട്ടുള്ള രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ രസകരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ ആ ഒരു ഇതൊക്കെ പോയി, ഇപ്പോൾ കുറച്ചും കൂടിയും ഒരു ആകാംക്ഷയായി ഇപ്പോൾ കാണാൻ. പക്ഷെ കുറച്ചും കൂടിയും ഈ പറഞ്ഞതുപോലെ ഈ മോറൽ വാല്യൂസിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാം. അവർക്ക് കുറച്ചും കൂടിയൊക്കെ ഈഗോ ഒക്കെ മാറ്റി കുറച്ചും കൂടി നല്ല രീതിയിൽ കളിക്കാം എന്നുള്ളൊരു ഒപ്പീനിയൻ എനിക്കുണ്ട്. തന്മാത്ര, രസതന്ത്രം 2 സിനിമകളിൽ ലാലേട്ടനൊപ്പം ഉണ്ടായിരുന്നു. 3 സിനിമയിൽ. ഓക്കെ, ഈ 3 സിനിമകളിൽ ഉണ്ടായിരുന്ന ലാലേട്ടനും ബിഗ് ബോസിൽ പരിചയമുള്ള ഒരു ലാലേട്ടൻ എന്തായിരിക്കും അവർ തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് തോന്നുന്നത്? ബിഗ് ബോസിലുള്ള ലാലേട്ടൻ നിസ്സഹായാവസ്ഥനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പുലി പോലുള്ള ലാലേട്ടൻ ചില സമയങ്ങളിലൊക്കെ വല്ലാതെ എന്താ പറയുക വിഷമിക്കുന്നത് നമുക്ക് കാണാറുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കോൺട്രവേഴ്സി നടക്കുന്ന ഒരു സമയത്ത് ലാലേട്ടൻ്റെ ഭാഗത്തല്ലാതെ ലാലേട്ടൻ അനുഭവിക്കേണ്ടി വരുന്ന കുറേ പ്രശ്നങ്ങൾ, അതിലെനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട്. കാരണം പേഴ്സണലി നമുക്കറിയാം ലാലേട്ടൻ ഭയങ്കര സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ആരെയും അങ്ങനെ ഒരു ഉപദ്രവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. എല്ലാവരെയും ചിരിപ്പിച്ച് കളിപ്പിച്ചൊക്കെ നിർത്തുന്നത്. അപ്പോൾ നമ്മൾ അഭിനയിക്കാൻ പോകുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു വലിയ ആർട്ടിസ്റ്റിൻ്റെ കൂടെ നിന്ന് അഭിനയിക്കുന്നത് നമുക്ക് ഭയങ്കര പേടിയാണ് ലാലേട്ടൻ്റെ കൂടെ നിൽക്കുമ്പോൾ. പക്ഷേ ലാലേട്ടൻ അതൊക്കെ അങ്ങ് ഇല്ലാതാക്കി കളയും. അദ്ദേഹത്തിനോട് ചേർത്ത് നിർത്തി നമ്മൾ അഭിനയിപ്പിക്കും. അതൊരു ഭയങ്കര മാജിക്കൽ പവറാണ് കേട്ടോ ലാലേട്ടൻ. അത് മാത്രമല്ല, ലാലേട്ടൻ എന്ന് പറയുന്നത് ഈ പരകായ പ്രവേശം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ. ലാലേട്ടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നേരം ചിരിച്ചു കളിച്ച് നിന്ന ഒരാൾ തന്മാത്ര പോലുള്ള ചിത്രങ്ങളിലൊക്കെ ഇത്രയും നീണ്ട ഡയലോഗ്സ് ഒറ്റയടിക്ക് ഇങ്ങനെ പറയണേക്കുമ്പോൾ നമ്മളിങ്ങനെ വാ പൊളിച്ച് നിന്ന് പോകും. അയ്യോ, അത് കണ്ട് പഠിക്കേണ്ട ഒരു സർവകലാശാലയാണ് ലാലേട്ടൻ. ബിഗ് ബോസിലെ ലാലേട്ടനോട് എനിക്ക് സത്യം പറഞ്ഞാൽ സഹതാപമാണ്. അല്ലാത്ത ലാലേട്ടൻ എനിക്ക് പേടിയുമാണ്. ലാലേട്ടൻ ബിഗ് ബോസിലേക്ക് വരേണ്ടിയിരുന്നില്ല എന്നാണോ ആ വാക്കുകളിലെ ഒരു മീനിങ്? ഇപ്പോഴത്തെ ഈ അലിഗേഷൻസിൽ ലാലേട്ടൻ അത് കേൾക്കേണ്ട ഒരാളല്ലാന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ താഴെ പല കമന്റ്സും വരുമായിരിക്കും, ഓ ഇത് ലാലേട്ടൻ്റെ ആളാണ് എന്ന് തോന്നുന്നു. അങ്ങനെ ഇപ്പോൾ ചിന്തിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്കറിയാലോ ഓരോരുത്തരെ. ലാലേട്ടനെ പേഴ്സണലി അറിയാവുന്ന ഒരാളും ലാലേട്ടനെ കുറ്റം പറയില്ല, അത് ഉറപ്പാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ക്വാളിറ്റികളുടെ ഒക്കെ ഇടയിൽ പറയാതെ പോയൊരു സാധനമുണ്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നത്. ആ എക്സ്പീരിയൻസ് ഉള്ളതെന്ന് പറയും. അയ്യോ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഡബ്ബിംഗ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഭാഷ കൈകാര്യം ചെയ്യാന്നുള്ളത് ഒരു വലിയ കാര്യമുണ്ട് അതിനിടയിൽ. തീർച്ചയായിട്ടും അത് നമ്മുടെ സ്ലാങ് കറക്റ്റ് ആയിരിക്കണം, ആ ശൈലി കറക്റ്റ് ആയിരിക്കണം. നമുക്ക് അത്യാവശ്യം വൊക്കാബുലറി നമുക്ക്, പ്രത്യേകിച്ച് ഞാൻ റേഡിയോയിലായിരുന്നത് കൊണ്ട്. ആകാശവാണിയിലുണ്ടായിരുന്നു അല്ലേ? ആകാശവാണി പ്രൊഡക്റ്റാണ് ഞാൻ. ആകാശവാണി ഞാൻ നാഷണൽ അവാർഡ് വിന്നറാണ്. അത് സംഗീത ഗായിക എന്നുള്ള നിലയിലാണ്. ഞാൻ ആകാശവാണി റേഡിയോ നാടകത്തിൻ്റെ ബി ഹൈ ഗ്രേഡ് ഓഡീഷൻ്റെ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. പിന്നെ റേഡിയോയിൽ 13.5 വർഷം ഉണ്ടായിരുന്നു. നമ്മൾ ഉമ്മാച്ചു പോലുള്ള റേഡിയോ നാടകങ്ങൾ ഞാൻ നിയർലി ഒരു 5 or 6 ക്യാരക്ടേഴ്സ് ഒക്കെ ഒന്നിച്ച് ഞാൻ. നാടകം ഉണ്ടായിരുന്നോ? നാടകം എന്ന് പറഞ്ഞാൽ റേഡിയോ നാടകം, സ്റ്റേജ് നാടകമല്ല. അയ്യോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, എന്നാൽ ഭയങ്കരമായിട്ട് എനിക്ക് ഭയവും ബഹുമാനവും ഉള്ളൊരു വേദിയാണ് നാടകം. കാരണം വെച്ചാൽ പണ്ടാരാണ്ട് പറഞ്ഞാൽ പണ്ടൊക്കെ പിന്നെ ആയിരുന്നു, ഇപ്പൊ അപ്പപ്പോ എന്ന് പറഞ്ഞ പോലെ നാടകം അങ്ങനെയാണ്. അത് കയ്യടിയാണെങ്കിലും ചീത്തവിളിയാണെങ്കിലും അപ്പൊ തന്നെ കിട്ടിയിരിക്കും. അത് ഗാനമേളയും റെക്കോർഡിങ്ങും പോലത്തെ ആ ഒരു ഇതാണ്. നാടകത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ധൈര്യമൊന്നുമല്ല കേട്ടോ. അതിന് നല്ല കരുത്ത് തന്നെ വേണം. ഇത്ര ഡയലോഗ്സ് നമ്മൾ ഓർത്തിരിക്കണം. അത് നമ്മുടെ മാത്രമല്ലല്ലോ, അപ്പുറത്തിരിക്കുന്ന ആളുടെ ഡയലോഗ് നമ്മൾ, കാരണം എപ്പോൾ അവനെ അവസാനിപ്പിക്കുമ്പോൾ എവിടെ നമ്മൾ തുടങ്ങണമെന്നുള്ളതും കൂടെ നമ്മൾ അറിയണം. അതെനിക്ക് ഭയങ്കര. അതുകൊണ്ടാണ് നമ്മൾ തിലകേട്ടനെയൊക്കെ ഇത്രയും നമ്മൾ ലെജൻസ് എന്ന് അറിയാതെ വിളിച്ചു പോകുന്നത്. അതെ 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 അതെ. അവർക്കൊക്കെ ആ ടൈമിംഗ് എന്ന് പറയുന്നത് അവരുടെ എക്സ്പീരിയൻസിലൂടെ കിട്ടിയതാണ്. ഒരു ആർട്ടിസ്റ്റ് എവിടെ അവസാനിപ്പിക്കുമെന്ന് അയാളറിയാതെ തന്നെ ഇവർക്കറിയാമെന്നുള്ളതാണത്. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ അവരൊക്കെ. ഡബ്ബിങ്ങിന്റെ ഇത് പറഞ്ഞില്ല. ഡബ്ബിങ്. അപ്പോൾ അതുകൊണ്ട് ഡബ്ബിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം അടുത്ത് ഒരു ഷോർട്ട് ഫിലിം, അത് ഈ നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റിൻ്റെ ഡോക്ടേഴ്സിൻ്റെ എല്ലാവരുടെയും കൂടെ ചേർന്നിട്ടുള്ളൊരു ഡബ്ബിങ്. അപ്പോൾ അതിനകത്തൊരു വയസ്സായ ഒരു അമ്മ മരിച്ചുപോയി. മകൻ അറിഞ്ഞിട്ടില്ല അമ്മ മരിച്ച വിവരം. അപ്പോൾ അവൻ്റെ
കനവിലുള്ള ഒരു അമ്മ വന്ന് അവനെ വിളിക്കുന്നു. അത് ഈ അടുത്ത് ഞാൻ ചെയ്തതാണ്. അപ്പോൾ അത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ഭയങ്കര ഇഷ്ടമായി അവർക്ക് എല്ലാവർക്കും. അവർ പറഞ്ഞു കഴിഞ്ഞാൽ മനീഷ ഭയങ്കരമായിട്ട് പാട്ട് എന്നതുപോലെ തന്നെ ഇതൊക്കെ ഈ പാട്ടും ഈ ഡബ്ബിങ്ങും ഈ അഭിനയവും എല്ലാം കണക്റ്റഡ് ആണ്. നമുക്ക് ഫീലിങ്സോട് കൂടി പാടാൻ പറ്റുന്നത് ഡബ്ബിങ് ആർട്ടിസ്റ്റ് കൂടി ആയതുകൊണ്ടാണ്. കാരണം ആ ഡബ്ബിങ്ങിൽ എന്ന് പറയുന്നത് ഈ ശബ്ദം, ഞാൻ ഇപ്പോൾ റേഡിയോയിലും കൂടി ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, ശബ്ദം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് പാട്ടിൽ അല്ലെങ്കിൽ നടനത്തിൽ നവരസങ്ങൾ എന്ന് പറയുന്നത് പോലെ ശബ്ദത്തിലും ഉണ്ട് എല്ലാ രസങ്ങളും. സങ്കടം, സന്തോഷം. റേഡിയോയിലൂടെ നമ്മൾ റേഡിയോ നാടകങ്ങൾ അവതരിപ്പിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശബ്ദം കൊണ്ടാണ് ആ ആള് എന്ത് ഫീലിംഗ് ആണ് ഉൾക്കൊള്ളുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത്. അവിടെ വിഷ്വലിന്റെ സപ്പോർട്ടില്ല. ആ ആള് കരയുകയാണോ ചിരിക്കുകയാണോ ഭയപ്പെടുകയാണോ എന്നുള്ളത് നമ്മൾ ശബ്ദത്തിലൂടെ കാണിക്കണം. അതായത് എനിക്ക് തോന്നുന്നു ഈ അഭിനയത്തെക്കാൾ കുറച്ചുകൂടെ ടഫാണ് ഈ ഡബ്ബിംഗ് എന്നുള്ളത് അല്ലേ? ഉറപ്പായിട്ടും. ഞാൻ ഈ ആക്ടേഴ്സിന് അവാർഡ് കൊടുക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു 60% അവാർഡ് കൊടുക്കേണ്ടത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. കാരണം എത്ര അഭിനയിച്ച് നിന്നാലും ഈ ശബ്ദം എന്ന് പറയുന്നതിൻ്റെ ഒരു പവർ ഉണ്ടല്ലോ, അത് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ എത്ര അഭിനയിച്ചാലും അതിൽ കാര്യമില്ല. അവിടെയാണ് മമ്മൂട്ടി പോലുള്ള നടന്മാരുടെ, മമ്മൂട്ടി സാറ് ഡബ്ബിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. എനിക്ക് മമ്മൂക്ക ഡബ്ബ് ചെയ്യുന്നത് എനിക്ക് അത്രയും എന്താ പറയുക ഇമ്പാക്റ്റ് വേറൊരു നടനിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ ലൈഫിൽ കൂടുതൽ ഇഷ്ടം പാചകമാണോ? ഇവിടെ ഉള്ളവരാരും കേൾക്കണ്ട. പാചകത്തെ ഇഷ്ടപ്പെടുകയില്ല. പാചകം എനിക്ക് ഭക്ഷണപ്രിയയാണ് ഞാൻ, പക്ഷെ പാചകം എനിക്ക് മടിയാണ്. ഉള്ള കാര്യം ഞാൻ ഭക്ഷണം ഏതാ? അങ്ങനെയൊന്നുമില്ല, ഞാൻ എന്തും കഴിക്കും. പക്ഷെ എനിക്ക് ഫിഷാണ് കൂടുതൽ ഇഷ്ടം. മീൻ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് മത്തി. വറുത്ത മത്തി ഞാനൊരു 4 കിലോ കിട്ടിയാൽ ഞാൻ മാത്രം കഴിക്കും. എനിക്ക് അത്ര ഇഷ്ടമാണ് മത്തി. പാചകം ഞാൻ ചെയ്യും, എനിക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ തന്നെ പാചകമൊക്കെ ഞാൻ ചെയ്യും. പക്ഷേ ഈ പാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടത്തിൽ നിന്ന് വന്ന ഭൂതത്തിൻ്റെ കഥ പറഞ്ഞ പോലെയാണ്. ഇത് അവസാനിക്കുന്നില്ലല്ലോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ലഞ്ച്, അത് കഴിഞ്ഞ് ഡിന്നർ, പിന്നെ പിറ്റേ ദിവസത്തെ ഇതിനൊരു ഒരു വിരാമമില്ലല്ലോ. അതാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ്, പക്ഷെ ഇഷ്ടമാണ്, ഭക്ഷണപ്രിയാണ്. ഡ്രസ് കോൺഷ്യസ് നല്ല ഇതാണോ ഡ്രസ്സുകളെ കുറിച്ച്? അതൊരു ഞാൻ പല ഷോകളിലാണെങ്കിലും അല്ലെങ്കിൽ ഇന്റർവ്യൂകളിലാണെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട്, അത് നന്നായി നോക്കുന്നുണ്ട് അല്ലേ? അത് എൻ്റെ വീട്ടിലെല്ലാവരും ഇപ്പം ഒരു കല്യാണത്തിനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് എന്നെ കൊണ്ടാണ് ഡ്രസ്സ് എടുപ്പിച്ചായിരുന്നത്. കാരണം കളർ എന്താ പറയുക ഒക്കെ എനിക്ക് നല്ല ഒരു ധാരണയുണ്ട്. പിന്നെ ഡിസൈൻ ആണെങ്കിലും ഓരോരുത്തരുടെ കോംപ്ലക്സ് അനുസരിച്ചിട്ടുള്ള കളേഴ്സ് ഡിസൈൻ ചെയ്യാനും ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ മോളുടെയൊക്കെ ഡ്രസ്സൊക്കെ ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്യുക. അപ്പോൾ എൻ്റെ ചേച്ചി എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട്, നിനക്കൊരു ബൂട്ടിക്ക് തുടങ്ങിയാൽ വിജയിക്കും. ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ. അത് ഡ്രസ്സ് മാത്രമല്ല, ഓർണമെന്റ്സ് ആണെങ്കിലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് സംസാരിക്കാൻ ഒരുപാട് വിഷയങ്ങൾ മുൻപിലുണ്ട് എന്ന് സംസാരിക്കാൻ സമയം, എങ്കിലും നമുക്ക് പരിമിതമാണ് സമയം എന്നുള്ളത്. ഞങ്ങൾക്ക് വേണ്ടി ഒരു നല്ല പാട്ട്, എനിക്ക് തോന്നുന്ന ചേച്ചിയുടെ പാട്ട് അങ്ങനെ ആരും ഒരു ഇന്റർവ്യൂവിലോ അല്ലെ ഒന്നിനകത്ത് അങ്ങനെ കേട്ടിട്ടില്ല. നല്ലൊരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടാൻ, നല്ലൊരു പാട്ട് പാടാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ. എൻ്റെ ശബ്ദമൊക്കെ ഇപ്പോഴത്തെ ഒരു ചുമ വളരെ പടർന്നു പിടിച്ച് ഇപ്പം ഈ ചെസ്റ്റിലൊക്കെ കഫം കുറച്ച് ഇൻഫെക്ഷനായി. അപ്പം അങ്ങനെ ഒരു മെഡിക്കേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാ സിംഗേഴ്സും അതും കൂടി ഞാൻ പറയാം, എല്ലാ സിംഗേഴ്സും പറയുന്ന പോലെ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ അയ്യോ എനിക്ക് കുറച്ച് കിച്ച് അങ്ങനെ പറയുന്ന ഒരാളെ അല്ല. ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ചാലും ഞാൻ എണീറ്റ് പാടുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പം എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ടാണ്, എന്നാലും ഞാൻ പാട്ട് പാടും. ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും തെറ്റി കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. ശരി, എനിക്കിഷ്ടമുള്ളൊരു പാട്ട്. വർഷസന്ധ്യ വർഷസാധ്യ മാറിവില്ലിൻ വരണമായൻ തീർക്കുമ്പോൾ മൂകവേദന എന്തിനായി നീ മൂടിവെപ്പോ ജീവനിൽ
ജീവനിൽ സ്വർണ്ണമുകിലേ 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 സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ആ പഴയ സോങ്ങുകളുടെ ഒരു സുഖം അത് തരുന്ന ഒരു ഫീൽ അത് അയ്യോ, വല്ലാത്ത തീർച്ചയായിട്ടും അതിന് ഏറ്റവും ചെറിയ വലിയ ഉദാഹരണമാണ് ഇപ്പോഴത്തെ റിയാലിറ്റി ഷോസ്. അതെ, തീർച്ചയായും. കാരണം എന്ന് വെച്ചാൽ ചെറിയ കുഞ്ഞുങ്ങൾ വരെ അവർ കോമ്പറ്റീഷന് പാടാൻ എടുക്കുന്ന പാട്ടുകൾ ഏതാണ്? അതെ. അപ്പം അതിൻ്റെ അർത്ഥം ഒരു കോമ്പറ്റീഷന് പറ്റിയ അത്രയും കരുത്തുള്ള അത്രയും ഹൃദ്യമായ പാടാൻ കോമ്പറ്റീഷന് തത്തുല്യമായ പാട്ടുകൾ അത്തരം ഗാനങ്ങളാണെന്നത് കൃത്യമായിട്ട് അറിയാം. വരികളാണെങ്കിലും സംഗീതമാണെങ്കിലും ഓർക്കസ്ട്രേഷൻ ആണെങ്കിലും അതിൻ്റെ ഭാവമാണെങ്കിലും പാടിയ ആൾക്കാരാണെങ്കിലും എല്ലാം എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. എന്തായാലും ഒരുപാട് സന്തോഷം ഞങ്ങളുമായി ഇത്രയും സമയം ചിലവിട്ടതിന്. അതിനൊപ്പം തന്നെ ഇനി മലയാള സിനിമയിൽ, മലയാള സീരിയൽ രംഗത്ത്, നാടകത്തിലൊക്കെ ഒരുപാട് അവസരങ്ങൾ, നല്ല വേഷങ്ങൾ, ഞാൻ ഈ പറഞ്ഞതുപോലെ കുശുംബി ചേച്ചിയായും കുശുംബി അമ്മായിമ്മയായും ഒക്കെ, കുശുംബി മാത്രമല്ല നല്ല ഹാസ്യം എനിക്കൊന്ന് ഒന്നായിട്ട് ഫ്ലെക്സിബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ട്രസ്. അതെൻ്റെ കുടുംബം അടക്ക ഹാസ്യക്കാരാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ചിരിച്ചിരി മതി. ഞാനൊന്നും ഒന്നുമല്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതൊക്കെ ഹ്യൂമർ ഉള്ളിലുണ്ട്. ഹ്യൂമർ എല്ലാം പാട്ടാണെങ്കിലും. എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരു സിംഗറിനെ വിളിക്കേണ്ട ആവശ്യമില്ല, ഒരു കലാകാരൻ ആരെയും വിളിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ എല്ലാവരും കലാകാരന്മാരാണ്. അതുകൊണ്ടാണ്, അത് തന്നെയാണ് ഞാൻ എന്ന് പറയുന്ന ആള്. എൻ്റെ കുടുംബം തന്നെയാണ് എൻ്റെ കഴിവും എൻ്റെ കലയും എൻ്റെ അച്ചീവ്മെൻറ്റ്സും എല്ലാം. എൻ്റെ കുടുംബം, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ഗുരുക്കന്മാർ, എൻ്റെ അഭ്യുദയകാംക്ഷികൾ എല്ലാവരും തന്നെയാണ് ഞാൻ എന്ന് പറയുന്ന ഒരു പൂർണ്ണ വ്യക്തി. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. ചാനലിന് എൻ്റെ എല്ലാ ആശംസകളും. ഇനിയും നല്ല നല്ല പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്കാവട്ടെ. താങ്ക് യു വെരി മച്ച്.